ആദ്യം മെറ്റൽ സ്പൂളിൽ ത്രെഡ് ഇട്ടതിന് ശേഷം ക്രോസായിട്ട് ത്രെഡ് കൊണ്ടുവന്ന് ആദ്യം കാണുന്ന എൽ ഷേപ്പിലെ മെറ്റൽ കൂടെ നൂല് കടത്തി താഴെ കൊണ്ടുവന്ന് ഇപ്പുറത്തെ സൈഡിൽ ആ ഒരു ഭാഗത്തൂടെ കയറ്റി സൈഡിൽ ഹാൻഡ് വീൽ തിരിച്ച് നമുക്ക് അവിടെ ഒരു ഹോൾഡർ പോലെ വരും, അതിലേക്ക് കയറ്റുക. സെയിം വഴിയിൽ കൂടെ തന്നെ താഴെ ഇറക്കുക. വീണ്ടും ഒരു മെറ്റലിൻ്റെ ഹോൾഡർ ഉണ്ട്, അതിലൂടെ ജസ്റ്റ് കയറ്റിയിട്ട് ഇനി നമ്മുടെ നീഡിലിൻ്റെ പുറകിലെ ഒരു അതിൽ കൂടെ കയറ്റുക. ഇനി നമുക്ക് സൈഡിൽ ഇത് വലിച്ച് ഇങ്ങനെ ത്രെഡ് വലിച്ച് നമ്മുടെ സൂചിയുടെ നേർക്ക് വെക്കുമ്പോൾ നമ്മൾ ആദ്യം പിടിച്ച അത് തിരിച്ച് പോകുമ്പോൾ നമ്മുടെ നൂല് സൂചിക്കുള്ളിൽ കടക്കും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. ഷോർട്സിൽ ഇങ്ങനെ ഇടാനൊക്കത്തുള്ളൂ സ്പീഡിൽ. ഇനി നമുക്ക് ബോബിന് ഇടാം. ബോബിന് കേസിലിട്ടതിന് ശേഷം അറ്റാച്ച് ചെയ്യുക, ആ ഒരു ബോക്സ് ക്ലോസ് ചെയ്യുക. ഇത് സ്റ്റോറേജ് ബോക്സാണ്, ഇത് നമ്മൾ ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് സെലക്ട് ചെയ്യുക. എ ആണ് നോർമൽ സ്റ്റിച്ചിന് സെലക്ട് ചെയ്യുന്നത്. ലെങ്ത്, ഇനി അടുത്ത സ്റ്റിച്ച് ലെങ്ത് സെലക്ട് ചെയ്യുക. സ്റ്റിച്ച് ലെങ്ത് ഞാൻ 3 ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഇത് 2 സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഒരു ചെറിയൊരു ക്ലോത്തിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ക്ലോത്ത് നമ്മൾ വെച്ചു. അതിനുശേഷം ബാക്കിൽ അത് അടയ്ക്കുമ്പോൾ നമ്മുടെ ഫൂട്ട് ക്ലോത്തിലേക്ക് അറ്റാച്ച് ആയിക്കോളും. ഇനി നമ്മൾ നമ്മുടെ പ്രഷർ ഫൂട്ട് നമ്മുടെ കാലിൽ പ്രസ് ചെയ്യുമ്പോൾ തയ്ക്കും. അന്നേരം നമുക്കൊരു ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ 2-ലാണ് ഇടുന്നത്. 2-ൽ ഇട്ടതിന് ശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ആയിക്കോളും. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ഈ മെഷീനിൽ തന്നെ നമുക്ക് ത്രെഡ് കട്ടറുണ്ട്. സൈഡിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി, അവിടെ ഒരു കട്ടറുണ്ട്, അങ്ങനെ വെച്ച് കട്ട് ചെയ്യാം. അത് നമുക്ക് സിസറിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെയാണ് തയ്ച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയത്.